നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് നിങ്ങൾക്കായിട്ട് ഇന്ന് എന്താണെന്ന് നോക്കാമേ. ഇന്ന് ടാറോ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. Queen of Cups, bottom of the deck. Justice, Queen of Wands, Strength, Five of Pentacles, Five of Swords, Three of Wands, Seven of Cups, Judgment, Queen of Cups, bottom of the deck. ജസ്റ്റിസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളെ അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ക്വീൻ ഓഫ് ഫോൺസ് വെച്ച് നിങ്ങളെ വളരെയധികം ബഹുമാനവും സ്നേഹവും അട്രാക്ഷനും എല്ലാം തന്നെ ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. കുറച്ച് ക്ഷമയോടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. എടുപിടിന്ന് ഓടി നിങ്ങളുടെ അടുത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് വരാൻ സാധിക്കില്ല. ചില പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്ന് പറയാണ്. ചിലർക്കെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി കൂടെ അവർ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അറ്റ് പ്രസൻറ്റ് അവർക്ക് ഫൈനാൻസസിൻ്റെ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനായിട്ട് ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. കുറച്ച് പേരെങ്കിലും ദൂരെ ആയിരിക്കാൻ സാധ്യതയുണ്ട്, ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും പലർക്കും കാണുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ അവർ ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, ജഡ്ജ്മെന്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും ഒരു കേസും നടക്കുന്നുണ്ട്. ഓക്കെ, ആ കേസിന്റെ വിധിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നും തോന്നുന്നുണ്ട്. അതിന്റെ ബേസിസിലായിരിക്കും ഈ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയും വന്നിരിക്കുന്നത് കേട്ടോ. അതും ഒരു കാര്യമുണ്ട്. അതിനുവേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, കിങ് ഓഫ് പെൻഡക്കിൾസ് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഫൈനാൻസസിനെ കുറിച്ച് അവർ കുറച്ച് കൂടുതലായിട്ട് ബോധേഡായിട്ട് ആവുന്നതായിട്ട് കാണുന്നു. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്ത്. തൽക്കാലം അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, പക്ഷേ സിറ്റുവേഷൻ മാറി വരും. എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെ അവർ കുറച്ച് വിശ്വസിക്കുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഈ ഒരു ടൈം ഫ്രെയിമിൽ അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, തീർച്ചയായും കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ട് എത്ര വേഗം അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഒരേ ഒരു കാർഡ് കൂടി അവരുടെ അടുത്ത്, 2 കാർഡുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മകളുണ്ട്, ദേഷ്യപ്പെടല്ലേ എന്ന് പറയാണ്. നിങ്ങൾ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെടല്ലേ, അവർ വളരെ ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ.